സാറ, മനുഷ്യന്മാരാണോ ഡേഞ്ചറസ് അല്ലെ ഡോഗ്സ് ആണോ ഡേഞ്ചറസ്? ആണോ? ഹായ്, ഈ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ഓർഡറിൽ സർക്കുലർ, അത് ചിലതരം ബ്രീഡ് ഡോഗ്സിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാനതിനോട് ശക്തമായ വിയോജിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളെ നിരോധിച്ചത് കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങളും തീരാൻ പോണില്ല. അവരെ കൊണ്ട് ഉപകാരമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. അവർക്ക് എതിരെയുള്ള ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ കാര്യം പറയാം. ക്രിമിനൽസ് ഉണ്ട്, ഒത്തിരി ക്രിമിനൽസ് ഉണ്ട്, സീരിയൽ കില്ലേഴ്സ് വരെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഒന്നും നിരോധിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എല്ലാവരെയും വളർത്തുന്ന പോലിരിക്കും. എങ്ങനെ നമുക്കിപ്പോൾ ഒരു കൊച്ചു കുട്ടിയുണ്ടെങ്കിലും ആ കുട്ടീനെ വളർത്തി വരുന്നൊരു സാഹചര്യം മോശമാണെങ്കിൽ ആ കുട്ടി ക്രിമിനലായി പോകും. അതുപോലെ തന്നെയാണ് നായ്ക്കളുടെ കാര്യം. അവരുടെ ഓണേഴ്സ് കറക്റ്റായിട്ട് വളർത്തണം, അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. നേരെ തിരിച്ച് ഇങ്ങനൊരു നിയമം ഇറക്കിയിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. അതായത് വളർത്തിയ നായ്ക്കുട്ടികളെ റോഡിൽ ഉപേക്ഷിച്ച് കളയുന്നവർക്കെതിരെ കേസെടുക്കാനായിട്ടൊരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. കാരണം ഒരുപാട് നായ്ക്കുട്ടികൾ അങ്ങനെ ജീവിതമില്ലാണ്ട് നഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഉത്തരവിനോട് തികച്ചും ഞാൻ എതിർപ്പാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വെറും പ്രഹസനമാണ്. ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ അടുത്ത് നാട്ടിൽ കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ടായിട്ടുണ്ട്, റോബറി കേസസും ഇപ്പോഴും ഒരുപാടുണ്ട്. അപ്പോൾ ആ ഓരോ വീട്ടിലൊക്കെ ഒരു ഗാർഡ് ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോലും ആൾക്കാർ ചെല്ലുന്നെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഇപ്പം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഗാർഡ് ഡോഗ് ഉള്ള വീടാണെങ്കിൽ ആരും ഒന്ന് പേടിക്കും. അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചിട്ടായിരിക്കും അവരടുത്ത ഘട്ടം പ്ലാൻ ചെയ്യുക. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവർ പെടും. CCTVനെക്കാട്ടും 100 മടങ്ങ് ശക്തിയാണ് ഒരു ഗാർഡ് ഡോഗ് എന്ന് പറയുന്നത്. നേരത്തെ അലേർട്ട്. അതെ. പിന്നെ അതിലുപരി ഇനിയിപ്പോൾ സപ്പോസ് ഒരു കിഡ്നാപ്പിംഗ് നടന്നു എന്ന് വിചാരിക്കുക, ഈ നായ്ക്കുട്ടീനെ ഉപയോഗിച്ച് ട്രെയിൻഡ് ആണെങ്കിൽ ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടും. ഇപ്പൊ ഈ സർക്കുലറിൽ എഴുതിയേക്കണത് ഈ ഇവര് മെൻഷൻ ചെയ്ത ബ്രീഡ്സ് മാത്രം അക്രമം ചെയ്യുന്ന ബ്രീഡ്സ് ആണ്, എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ബ്രീഡ്സ് ആയിട്ടാണ്. സാറിന് എന്താ തോന്നുന്നത്? ഈ ഡോഗ്സ് മാത്രം കടിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഏതൊരു ചെറിയ ഇനത്തിൽപ്പെട്ട പട്ടിക്കുട്ടിയാണെങ്കിലും നമ്മൾ അതിനെ ഒന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആക്രമിച്ചിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അത് സർക്കുലറിനകത്തൊന്നും മെൻഷൻ ചെയ്ത് എഴുതേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് കാടിന്റെ ശാസ്ത്രത്തിൽ പോലും പറയുന്നുണ്ടല്ലോ, ഒരു ജീവിയും നമ്മളെ ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്നു എന്ന ഭയത്താലാണ് അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. ഈ ബാൻ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗാർഡ് ഡോഗ്സ് എന്ന് കരുതുന്ന കുറേ ഡോഗ്സിനെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇനിയും അതിനെ ബ്രീഡ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ക്രൈം റേറ്റ് കൂടുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതായത് പ്രധാനമായിട്ട് ബ്ലൈൻഡായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവരുടെയൊക്കെ ഒരു പ്രധാന ആശ്രയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഗാർഡ് ഡോഗ്സ് ആണ്. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, പ്രായമായവരുണ്ട്, അല്ലാണ്ട് പല കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ സേഫ് ഗാർഡിന് കൂടുതൽ പ്രയോജനകരമാവുന്നത് എപ്പോഴും ഇങ്ങനത്തെ ഹൈ പവർഫുൾ ഗാർഡ് ഡോഗ്സ് ആണ്. ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വീലർ, അങ്ങനത്തെ നല്ല ഡോഗ്സ് ആണ്. അതിനൊക്കെ നിരോധിച്ചുകൊണ്ട് നഷ്ടമല്ലാണ്ട് ഒരിക്കലും ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു നല്ല വെൽഫെയറോ ഒന്നും നടപ്പാവാൻ പോകുന്നില്ല. അല്ല, ഇപ്പോൾ ഓൾറെഡി പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കേസസ് ആയിട്ട് ബേർഡൻഡ് ആയിട്ട് കിടക്കാണ്. അപ്പൊ ഡോണ്ട് യു തിങ്ക് ഇപ്പൊ ഈ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി റോബറി, തെഫ്റ്റ് കേസസ്, സെക്ഷൽ അസോൾട്ട് കേസസ് കൂടും എന്ന് തോന്നുന്നില്ല? ഉറപ്പായിട്ടും കൂടും. ഇതൊക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ പ്രശ്നം കൂടിയെന്ന് നോക്കണ്ട. 100% ക്രൈം റേറ്റ് കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. ഈ അടുത്തൊരു സർക്കുലർ, അതായത് ഓർഡർ പോലെ വന്നിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റിംഗ് സർട്ടൻ ബ്രീഡ്സ് ഓഫ് ഡോഗ് ഷുഡ് ബി ബാൻഡ്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ഒരു ജനറൽ ബാൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ വായിച്ചിടത്തോളം അതൊരു ലിമിറ്റേഷൻ ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് സെല്ലിംഗ്. പിന്നെ അത് ഓരോ പീരിയഡ് ഓഫ് ടൈം ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു യു വിൽ ഹാവ് ടു സ്റ്റെറിലൈസ് ദ ഡോഗ്സ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഓർഡേഴ്സ്. പക്ഷേ ഒരു ഫാം ഹൗസിൽ അണ്ടർ ലൈസൻസ് ഓർ സംതിങ് അത് വളർത്തുന്നതിനും ബ്രീഡ് ചെയ്യണതിനും ഐ ഡോണ്ട് തിങ്ക് ദേ ഷുഡ് ബി എ ബ്ലാങ്കറ്റ് ബാൻ. ഒരു കൺട്രോൾഡ് സിനാരിയോയിൽ ചെയ്യാം. കാരണം ഈക്വലി ഫിറോഷ്യസ് ലോക്കൽ ഡോഗ്സ് ഉണ്ട്, ഓർ ഈവൻ മോർ ഫിറോഷ്യസ്. ഇമ്പോർട്ട് ചെയ്യണത് അവർ കുറച്ച് കോസ്മെറ്റിക്സ് കാണിച്ച് മേക്ക് ഇറ്റ് ലുക്ക് ഫിറോഷ്യസ്. പക്ഷെ അതൊരു മിക്ക ഡോഗ്സിന് ലുക്ക് മാത്രമായിരിക്കും മിക്കവാറും. ശരിക്കും പറഞ്ഞാൽ അവര് ഉള്ളിൽ പേടിത്തൊണ്ട ഡോഗ്സ് ആയിരിക്കും, അതെല്ലാവർക്കും അറിയില്ല.
അത് കാരണം ഈവൻ ജഡ്ജ്മെന്റ് പറയുന്നവരും ഡോഗ്സിനെ വളർത്തുന്നവരായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ സർ, പിന്നെ ഡു യു തിങ്ക് ദാറ്റ് ഓൺലി ദീസ് 23 breeds of dog can bite? No, any dog, even he can bite. Yes. If he is getting hurt or if he is scared, he will bite. Okay. അത് നമ്മൾ ഒരാളെ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിടിക്കുന്നു എന്ന് പറയുന്ന മാതിരി ഒരു പ്രൊട്ടക്ഷൻ പ്രോസസ്സ് മാത്രമാണ്. Okay. So sir, your dog's breed is? Lhasa Apso. So since you have a Lhasa Apso, do you think it would be right that you impose everyone else should also have Lhasa Apso because it is the best dog? I never say that. Okay. You should be lucky to get a well-mannered dog. Okay. ആൾക്കാർ പട്ടിയെ വളർത്തുന്ന നോട്ട് ഫോർ ഗാർഡിംഗ് പർപ്പസ്, ചിലർ ജസ്റ്റ് ആസ് എ ലാബ് ഡോഗ് ഒക്കെ വളർത്തുന്നവരുണ്ടല്ലോ. അപ്പം ആ ഒരു സിനാരിയോയിൽ ഏതെങ്കിലും ഒരു പട്ടി മതി Okay. ഒരു അലേർട്ട് ചെയ്യാനായിട്ട്. അലേർട്ട് ചെയ്യുന്ന ഒരു പട്ടി ഉണ്ടെങ്കിൽ നോട്ട് മെനി പീപ്പിൾ വിൽ വാക്ക് ഇൻ. Okay. ഈ പറഞ്ഞ ബ്രീഡുകളാണെങ്കിലും ഈവൻ ഇഫ് ഇറ്റ് ഈസ് പിറ്റ്ബുൾ ആണെങ്കിലും ഡോബർമാൻ ആണെങ്കിലും ഫെറോഷ്യസ് ഇതിൽ പറഞ്ഞ റോട്ട് വെയിലർ ആണെങ്കിലും എനിക്കറിയാവുന്ന റോട്ട് വെയിലേഴ്സ് ഉണ്ട് ഇതിനേലും പാവമായിട്ടാണ്. ഭയങ്കര പാവം. സർ, പിന്നെ എപ്പോഴെങ്കിലും റോട്ടിൽ സർ ഡോഗോ അർജന്റീനോനെ കണ്ടിട്ടുണ്ടോ? പട്ടിയെ കണ്ടിട്ടുണ്ട്, റോട്ടിൽ കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ അതും ഈ ലുക്സ് ആണ് കൂടുതൽ എന്ന് തോന്നുന്നു. അത് വളർത്തുന്നവരുടെ അനുസരിച്ചിരിക്കും. പിന്നെ സർ, ഹാവ് യു എവർ സീൻ കാനിക്കോർസോ ഓൺ ദ റോഡ്? കാനിക്കോർസോ ഒന്നും റോഡിൽ കണ്ടിട്ടില്ല. ഓക്കെ. ഓക്കെ, സോ അതൊക്കെ തന്നെ. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക്സ്. ആസ് എ പെറ്റ് പാരൻറ്റ് അല്ലെങ്കിൽ ആസ് എ പെറ്റ് ലവർ ഈ ബാനിനെ പറ്റി എനിക്ക് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഒരു ഒപ്പീനിയനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ബുൾഡോഗ്, പിറ്റ്ബുൾ, പിന്നെ റോട്ട് വീലർ, അക്കിറ്റ, പിന്നെ ഒരുപാട് നമുക്കധികം പരിചയമില്ലാത്ത കുറച്ച് ബ്രീഡ്സ്, ഇന്ത്യയിലധികം പോപ്പുലർ അല്ലാത്ത കുറച്ച് ബ്രീഡ്സ്, അധികം കോമൺ ആയിട്ട് കാണാത്ത കുറച്ച് ബ്രീഡ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു അഗ്രസീവ് ബ്രീഡ്സ് അല്ലെങ്കിൽ ഒരു ഗാർഡിങ് പേർപ്പസിന് എടുക്കുന്ന കുറച്ച് ബ്രീഡ്സിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ബാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ പർപ്പസ് തന്നെ ഗാർഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. സോ അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. സോ എന്നിട്ടും അവർ ഈ ഒരു റീസൺ കൊണ്ട്, അഗ്രസീവ് ആണെന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ഈ ഒരു ബാൻ ഒരു പക്ഷേ ഇവർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എനിക്ക് അത്രയും കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഗ്രഷൻ കാരണം ഉണ്ടായിട്ടുള്ള അറ്റാക്സ് യൂഷ്വലി നമ്മൾ ഉണ്ടായിട്ടുണ്ടാവുക, നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി അത് അവരുടെ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറിയിൽ പോകുമ്പോഴൊക്കെ ആകും, അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് ബാഡ് പാരൻറ്റിങ്, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പുറത്ത് പബ്ലിക്കായിട്ട് അവരെ ഇറക്കുന്ന ടൈമിൽ ബാഡ് പാരൻറ്റിങ് അല്ല, ബാഡ് ട്രെയിനിങ് തന്നെ പറയും. കാരണം യൂഷ്വലി പെറ്റ് പാരൻസ് എന്ന് പറഞ്ഞാൽ പെറ്റ് ഓണേഴ്സും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ജസ്റ്റ് ഒരു ഓണർ പോലെയല്ല നമ്മളെല്ലാവരും. നമ്മുടെ വീട്ടിലൊരു പെറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഫാമിലി പോലെയാണ്. അപ്പോൾ നമ്മളത്രയും പാമ്പർ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കെയറും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ പെറ്റ്സിനും റിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷേ ലൈക്ക് പെറ്റ് ഓണേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബാഡ് പെറ്റ് ഓണേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അതിന് അഗ്രസീവ് ബ്രീഡ്സിനെയാണ് അവർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് മൂവീസിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവർ എത്ര അഗ്രസീവായിട്ടാണ് ഒരു ഇൻഹ്യൂമൻ ആയിട്ടാണ് അവർ ട്രെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ അഗ്രസീവ്നെസ്സിലുള്ള വൺ എമംഗ് മെയിൻ റീസൺ ആണ്. പിന്നെ അഗ്രസീവ് ബ്രീഡ്സ് ആർ സപ്പോസ് ടു ബി അഗ്രസീവ് ബട്ട് നോട്ട് വിത്ത് എവ്രി വൺ. അതായത് അവരുടെ ടെറിട്ടറിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു അറ്റാക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഓണേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെ ലൈക്ക് എന്താണോ അവരുടെ ആ ഒരു പർപ്പസ്, അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോപ്പർ പർപ്പസ്, അതിൽ അവരെന്തെങ്കിലും ഒരു അറ്റാക്ക് സെൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർ അഗ്രസീവ് ആവുക. ഒരുപാട് കേസിൽ നമ്മൾ അവരുടെ ടെറിട്ടറിയിലേക്ക് കടന്നിട്ടാകും ഈ അറ്റാക്ക് ഉണ്ടായിട്ട് പല റിപ്പോർട്ടഡ് കേസസും ഉണ്ടാകാം. അപ്പം കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേറ്റീവ് ബ്രീഡ് ബാൻ. എന്നെ സംബന്ധിച്ച് ഞാനൊരു പെറ്റ് പാരൻ്റ് ആണ്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിലില്ല എന്നും പറഞ്ഞ് ബീങ് എ പെറ്റ് ലവർ ഐ കനോട്ട് ജസ്റ്റ് സ്റ്റേ സൈലൻറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ബ്രീഡ് ബാൻ. പിന്നെ സാഡ്ലി എനിക്കറിയുന്ന കുറച്ച് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരെ നോക്കുമ്പോൾ അറിവില്ലായ്മയാണ് ആക്ച്വലി അത്. അവർ നോക്കുമ്പോൾ ഓക്കെ കുറേ ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സ് കുറയും, അപ്പോൾ നമ്മുടെ ഇൻഡീസിന് ദേ വിൽ ഗെറ്റ് ഹോം, ദേ വിൽ ഗെറ്റ് അഡോപ്റ്റഡ്.
ഇപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഇൻഡീസിനൊരു ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാക്കിയാണ് ഈ ബ്രീഡ് ബാൻ നിങ്ങൾ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട്, ഇറ്റ് ഈസ് നോട്ട് ഗോണ ഇമ്പാക്ട്. ബട്ട് അതിന് ഒരുപാട് വേറെ വഴികളുണ്ട്. ഇപ്പോൾ ഒരുപാട് എനിക്കറിയുന്ന ഒരു ഇത് സ്റ്റെറിലൈസേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അഡോപ്ഷനും കാര്യങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ബ്രീഡിനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നാളെ ഇൻഡീസ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഇൻഡീസ് അറ്റാക്ക് ആക്ച്വലി ഒരുപാട് കേസസ് ഉണ്ട്. നാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ആനിമൽസിൻ്റെ കേസാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ അവർക്ക് വോയിസ് റേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഡീസിനെ വരെ നാളെ അവർ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോ വി റിക്വസ്റ്റ് ദ അതോറിറ്റി ടു ഫോക്കസ് ഓൺ ദ സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ആനിമൽ ക്രൂവാലിറ്റി, പിന്നെ illegal breeding, and also to improve the sterilization as well as giving some support to rescue homes instead of focusing on this ineffective breed ban. ക്രിസിന് എന്താ തോന്നുന്നത്, ഈ ഡോഗ്സ് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഡോഗ്സ് ഡേഞ്ചറസ് അല്ല, ഒരിക്കലല്ല. കമ്പാനിയൻസാ, ഫ്രണ്ട്സ് പോലെയാ. പാവമാ, ഒന്നും കടിക്കില്ല, പച്ചാവുന്ന. ക്രിസ് ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ എപ്പോഴെങ്കിലും റോബറോ തീഫോ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, കണ്ടില്ല. അവര് എന്തുകൊണ്ടാ വരാതിരിക്കണെന്ന് ആ ക്രിസിന്റെ പപ്പ ഇപ്പൊ ജോലിക്ക് പോകുമ്പോ ഒക്കെ എന്ത് ധൈര്യത്തില് പോവാന്നാ തോന്നുന്നത്? ഡോഗ്സിനുണ്ട് എല്ലാ സ്ഥലമുണ്ട്, ഓൾ ഏരിയാസ് ഫുൾ ഡോഗ്സാണ്. വീടിന്റെ ചുറ്റും നിങ്ങളുടെ ഗാർഡ് ഡോഗ്സ് ഉണ്ട്. ഈ സർട്ടൻ ബ്രീഡ്സ് ബാൻ ചെയ്യണം എന്ന് പറയുമ്പോ അതിനോട് ക്രിസിന് എന്താ പറയാനുള്ളത്? Well, it's not right. Dogs are like humans. They have feelings, so they might be sad when their house they're getting bad. So I think it's not that compatible. It's not a right thing to do. It's not the right thing. What else do you think they should do instead of banning these dogs? They have to give them a home. They have to protect these dogs. There are so many cases that Northern dogs, they bite so many people, and they don't do anything about them. So the real focus should be on maybe sterilizing the Indian breeds. Yeah. That is the stray dogs. Yeah, stray dogs. There is no use in banning these dogs. Yes, they protect others, not injure them. Okay. Chris, there are incidences of children being kidnapped or people being troubled, ladies and even men. So, do you think those incidences would take place if the person knew that they had a guard dog with them? No, it will be a different story. It will be a different story. So, what do you think happens there? If they even try to touch them, the guard dog will Do its duty. of course scare them away. Scare them away, as in protect its owner. Also, yeah. ക്രിസിന് എന്താ തോന്നുന്നത്, മനുഷ്യന്മാരാണോ ഡേഞ്ചറസ് അല്ലെങ്കിൽ ഡോഗ്സ് ആണോ ഡേഞ്ചറസ്? മനുഷ്യന്മാരാണ്. ഈ ബാൻ ചെയ്ത് കൊണ്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഗുണമില്ല, ഒന്നും വേസ്റ്റ് ആവല ചെയ്ത് ഒന്നും പ്രയോഗില്ല, ഒന്നുമില്ല അവിടെ. ഇപ്പൊ ഈ ഡോഗ്സ്, ഗാർഡ് ഡോഗ്സ് അല്ലെങ്കിൽ ഏത് ഡോഗ് ആയിക്കോട്ടെ, റിയാക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. അത് എന്തുകൊണ്ടായിരിക്കും ആ ഡോഗ് റിയാക്ട് ചെയ്യുന്നത്? Sense of danger. Only the sense of danger. Anything else, no. You mean the dog senses danger? That's why it's reacting? Yeah. Okay. Hello sir. സർ, ഈ അടുത്ത് ഒരു ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിലതരം ബ്രീഡ് ഓഫ് ഡോഗ്സിനെ ബാൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. കാരണം ഡോഗ്സ് ആർ ഓൾവേസ് ഡോഗ്സ്. അത് ഏത് ബ്രീഡായാലും നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അതിൻ്റെ റിയാക്ഷൻസ്. ഓക്കെ. അത്രേ ഉള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാ ബ്രീഡ് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ സർ, ഇപ്പോൾ ആ ലിസ്റ്റിലുള്ള ബ്രീഡ്സ് മാത്രം കടിക്കും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എനി ബ്രീഡ്സ് ഏത് ഇപ്പോൾ നാടൻ പട്ടിയാലും കടിക്കും. അതെ. അതിനെ മാത്രം ബാൻ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഓക്കെ സർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ട്, തെഫ്റ്റ്, റോബറി, മോഷണം കേസസ് ഉണ്ട്, പിന്നെ അസോൾട്ട് കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ബ്രീഡ്സിന്, എസ്പെഷ്യലി ഈ ലിസ്റ്റിലുള്ള ബ്രീഡ്സ് മിക്കതും ഗാർഡ് ഡോഗ്സ് ആണ്, വർക്കിംഗ് ലൈൻ ഡോഗ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡോഗ്സിനെ ബാൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും പട്ടി അതായത് എനി ബ്രീഡ് അത് നമ്മുടെ വീട്ടിലുള്ളത് ഒരു സേഫ്റ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വീട്ടിലിത് ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ബ്രീഡ് വേറെ ടൈപ്പ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വളർത്തുന്നു. അതൊരു സേഫ് തന്നെ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പപ്പിക്കുട്ടിയുണ്ട്. പപ്പിയല്ല, നിറവ് 12 years. ഒരു മനുഷ്യന് അത് കടിക്കില്ല, പക്ഷെ കുറച്ച് പേടിപ്പിച്ചത്. അതുകൊണ്ട് ആൾക്കാർ താഴ്ത്തുന്നു. ഒരു വൺ ലൈൻ ഓഫ് സേഫ്റ്റി ആണ് അത്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിറ്ററൻസ്. പിന്നെ അത് മാത്രമല്ല പല രീതിയിൽ ഈ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഈ പെറ്റ്സിന്റെ ഒരു ഗുണം സൈക്കോളജിക്കലി ഇറ്റ് ക്രിയേറ്റ്സ് ഇമ്പാക്ട്. It does give an impact അല്ലേ? Very good. Emotional support. Yes. Okay. അത് ഈ ഇന്ന ബ്രീഡ് ആവണമെന്നില്ല. ഒരു ഇന്ന ബ്രീഡ് ആവണം. ഓക്കെ. ചേട്ടാ, ഞാൻ ഈ അടുത്ത് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെ വന്നിട്ടുണ്ടായിരുന്നു 23 ഡോഗ് ബ്രീഡ്സിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ആവശ്യമുള്ള ഒരു കാര്യമാണോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ? ഇല്ല, അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. കാരണം നമ്മളെല്ലാവരും പുറത്തനല്ലേ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്നത് എല്ലാ ഡോഗും ചെയ്യും. ഇത് മാത്രമല്ല. ചേട്ടാ, ഇത് പിറ്റ്ബുൾ ആണല്ലോ ചേട്ടൻ്റെ കയ്യിൽ. ചേട്ടൻ്റെ കയ്യിൽ പിറ്റ്ബുൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് ബെസ്റ്റ് ഡോഗ്, എല്ലാവരും ഈ ഡോഗ് തന്നെ വളർത്തിയാൽ മതിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഓരോരുത്തർ ചോയ്സ് പോലെ. ഇപ്പോൾ റോഡിലെല്ലാവരും ഒരു ഇഷ്ടപ്പെടുന്ന രീതി ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ്. ഓക്കെ. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ, വൈഫ്, മോള്. ഓക്കെ. ചേട്ടൻ്റെ വീട്ടിൽ എപ്പോഴെങ്കിലും കള്ളന്മാർ കയറിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ വീട്ടിൽ 3 ഉണ്ട്. 3 ഡോഗ്സ് ഉണ്ട്. 3 ഡോഗ്സ് ഉണ്ട്. അപ്പൊ കള്ളന്മാരല്ല, ഈച്ച പോലും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നൈസ്. ചേട്ടാ, ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കുറേ കിഡ്നാപ്പിംഗ് കേസസ്, മോഷണം, പിന്നെ ഇൻട്രൂഡേഴ്സ് അസോൾട്ട് കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓൾറെഡി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ലോ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഹെവിലി ബേർഡൻഡ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഗാർഡ് ഡോഗ്സിനെ ബാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു ബേർഡൻ കൂടുമെന്ന് തോന്നുന്നില്ലേ? കേസസും ക്രൈമിൻ്റെ ബേർഡൻ കൂടും തോന്നുന്നില്ല? അത് തന്നെ. കാരണം ഇത് നമുക്കുള്ളതിന് ഏറ്റവും നല്ലതല്ലേ ഇത് ഡോഗുകൾ. അത് ഇതിൻ്റെ അഗ്രീസീവ് അറിയാം. ഇത് സ്നേഹിച്ചാൽ സ്നേഹിക്കും, തീർത്ത് കഴിഞ്ഞാൽ അത് ചെയ്യുമെന്ന് അറിയാം. അതറിയാവുന്നതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യാന്നുള്ള ഇത് തന്നെ. പക്ഷേ ഇതിനെ വളർത്തിയാൽ മതി, സ്നേഹം കൊടുത്ത് വളർത്തിയാൽ മതി. എല്ലാവരും എല്ലാ സമയത്തും അഗ്രീസീവ് ഇല്ല. നമ്മൾ സ്നേഹത്തോടെ ഇങ്ങനെ ഇപ്പോൾ കണ്ടു ഒരു കുഴപ്പമില്ല. ഇവിടെ ഇത്രയും പേരില്ല. ഇവിടെ ഒരു അഗ്രീസ് ഒന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത് ഇവിടെ. എന്താ പറയാ, കാണാനോ നിങ്ങൾക്ക് കാണാനോ ഇരിക്കുന്നത്. അതെ. ഈ അടുത്തുണ്ടായ കിഡ്നാപ്പിംഗ് കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ കാര്യം റിപ്പോർട്ട് ആയതിൻ്റെ മുമ്പ് വേറൊരു അമ്മ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ കോമ്പൗണ്ടിൽ ആ വീടിൻ്റെ മുറ്റത്തിൻ്റെ അടുത്ത് വരെ ആൾക്കാർ വന്നിട്ട് ആ കുട്ടീനെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്, ഇപ്പം അവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഗാർഡ് ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ ആള് ആ ക്രൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോലും നോക്കുന്നു? പരിസരത്ത് വരില്ല, അങ്ങനത്തെ മൈൻഡുള്ളവർ വരില്ല. ഈ നമ്മുടെ കള്ളന്മാരെ മൈൻഡ് വരെ മനസ്സിലാവുന്ന പറയണത്. അതെ, അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറ്റും. ഞാൻ നിർത്തലാക്കേണ്ട എന്തായാലും. കാരണം വേറെ എന്തെങ്കിലും ചെയ്യാലോ, നിർത്തലാക്കണമെന്നുള്ള ഇതിൽ എനിക്കൊരു താല്പര്യമില്ല. കാരണം മൃഗമല്ലേ ഇത്, എല്ലാവരും സ്നേഹമുള്ള മൃഗമാണ്. എന്ത് നമ്മൾ ഒരു വിഷയമില്ല. ഇത് ബാൻ ചെയ്യുന്ന വളർത്തണ പോലെ ഇരിക്കും. ഇപ്പൊ പുറത്തൊക്കെ വളർത്തണത് ഇതിന് അറ്റാക്കിന് വേണ്ടി മാത്രമായിട്ടാണ് വളർത്തണത്. അപ്പൊ അവിടെ അത് കാണിക്കണം. നമ്മൾ വളർത്തുന്നത് സ്നേഹം കൊടുത്ത് വളർത്തുമ്പോ തന്നെ നോൺ വീലർ അമ്മൂമ്മ കൈ കൊട്ടണ വീഡിയോ അതെ, ഡോറമോൾ. ഡോറമോൾ അത് തന്നെ. അതൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ വളർത്തണല്ലേ. അപ്പൊ നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തിയൊരു കുഴപ്പമില്ല. അറ്റാക്ക് ചെയ്യാൻ പറ്റാ, നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. അതേപോലെ ഇത് അറ്റാക്ക് ചെയ്യും. അത് ഏത് നാടൻ പട്ടിനെ ഏറ്റവും കൂടുതൽ സ്കൂൾ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ കളിച്ചേക്കണ നാടൻ പട്ടികളാണ്. നമ്മളിവിടുത്തെ വീടുകൾ അടിച്ചേക്കണം, ഓടിച്ചിട്ട് അടിച്ചേക്കണം കണ്ടിട്ടുള്ളതാണ്. ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുറത്തോട്ട് അഴിച്ചുവിടണമില്ല എന്തായാലും. അതെ ചേട്ടാ, കുറെ ആനിമൽ റെസ്ക്യൂവേഴ്സ് പറയുന്നുണ്ട് അത് ഈ ബ്രീഡ് എല്ലാം ബാൻ ചെയ്യണം, ഈ ബ്രീഡിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, നാടൻ പട്ടി മതി എന്ന് പറയുന്നത്. അതിനോടെന്ത്? അതിനോട് താല്പര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. എല്ലാം ഇഷ്ടമുള്ളവർ വളർത്തട്ടെ എന്ന്. ഇഷ്ടമുള്ള വളർത്തട്ടെ, എത്ര ഉള്ളു. നാടൻ പട്ടി തന്നെ വളർത്തണമെന്ന് പറയണത് അതൊരു അടിച്ചേപ്പിക്കൽ പോലെയല്ലേ. വളർത്തട്ടെ, എത്ര ഉള്ളു. ഓക്കെ. ഡോഗോ അർജന്റീനോ എന്ന് പറയുന്ന ബ്രീഡ് എപ്പോഴെങ്കിലും ചേട്ടൻ റോട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല അങ്ങനെ. ഓക്കെ. പിന്നെ നിയോപോളിറ്റൻ മാസ്റ്റിഫ് എപ്പോഴെങ്കിലും റോട്ടിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ. പിന്നെ കാനക്കോർസോ എപ്പോഴെങ്കിലും റോട്ടിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ആ ലിസ്റ്റിൽ വേറെ കുറെ ഡോഗ്സിന്റെയും പേരുണ്ട്. അത് കുറെ പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ ലിസ്റ്റിലുള്ള കുറെ ഡോഗ്സ് നമ്മുടെ കൺട്രിയിൽ, ഇന്ത്യയിൽ ഇല്ല.
അപ്പൊ ഇത് ഒരു ദുരുദ്ദേശത്തോടെ ഒരു പെറ്റിഷൻ ഫയൽ ചെയ്തതായിട്ട് തോന്നുന്നില്ലേ? ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്താ ഇതിന്റെ ആവശ്യമില്ല. എന്തായാലും ഓക്കെ, ആവശ്യമില്ല. ഓൾറൈറ്റ്, താങ്ക് യു. ഹായ്, ഈ അടുത്ത് ഒരു ഡോഗ്സിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? Dogs, they shouldn't be banned. It's all dogs should be equally treated. They shouldn't be banned. ഇപ്പോൾ ചില ഡോഗ്സ് മാത്രം അഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ബാൻ റിക്വസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചില ഡോഗ്സ് മാത്രം ബൈറ്റ് ചെയ്യുമെന്ന്? No, it depends on the behavior they're getting or the treatment they're getting. They always react according to how they're treated. So probably people, how they behave with dogs, and that may affect them and get aggressive. ഇപ്പോൾ ഡോഗ്സിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ഇപ്പോൾ നീഡ് ഓഫ് ദി അവർ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ടത് ഇപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ടോ? That's not so necessary. Like, it's not a very important thing, as dogs also need some freedom and all are equal. So ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഗിളാണ് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാവരും ഈ ബീഗിൾ തന്നെ വാങ്ങിക്കണം എന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? no, it depends on everyone's choice, and all dogs, it depends. Each one's interests are different, so it depends on what dog they want. ഇപ്പോൾ ഈ ബാനിന് പകരം വേറെ എന്താണ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നത്? That they can actually tell people how to behave with other dogs, even if they don't like the dogs. Instead of annoying them or throwing, some of them throw stones and all to get away from dogs if they're scared. So that can be spreading awareness. ബെറ്റർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? Yeah. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ചൈൽഡ് കിഡ്നാപ്പിംഗ് മാറ്റർ ഉണ്ടായിരുന്നു, പിന്നെ കുറേ റോബറി കേസസ് ഉണ്ടാവാറുണ്ട്, പിന്നെ വേറെ സെക്ഷൽ അസോൾട്ട് കേസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൾക്കാർ വീട്ടിൽ കയറിയിട്ടാണ് കുറേ പേര് കോൺഫിഡൻ്റ്ലി അറ്റംപ്റ്റ് ചെയ്യണത് കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ വീട്ടിൽ ഒരു ഗാർഡ് ഡോഗ് ഉണ്ട് എന്നറിയുമ്പോൾ ഡു യു തിങ്ക് ആ ആൾക്കാർ അതിന് അറ്റംപ്റ്റ് പോലും ചെയ്യുമെന്ന്? No, they are scared. Like if they know there's a dog there, they might not attempt to do such a thing, such a crime. So they'll be scared to even enter the house if there's a guard dog in there. ഓൾറൈറ്റ്, താങ്ക് യു. ഇപ്പം ഞാൻ 2-3 ഡോഗ്സിൻ്റെ പേര് പറയാം. എപ്പോഴെങ്കിലും ഈ ഡോഗ്സിനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും റോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണം. സർ, എപ്പോഴെങ്കിലും റോട്ടിൽ ഡോഗോ അർജന്റീനോ കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിൽ കണ്ടിട്ടില്ല. ഓക്കെ സർ, പിന്നെ നിയോപോളിറ്റൻ മാസ്റ്റിഫ് എപ്പോഴെങ്കിലും റോട്ടിൽ കണ്ടിട്ടുണ്ടോ? കേരളത്തിലാവണ്ട, വേറെ സ്റ്റേറ്റിൽ യാത്ര ചെയ്തപ്പോൾ നിയോപോളിറ്റൻ മാസ്റ്റിഫ് റോട്ടിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ സർ, പിന്നെ കാനെ കോർസോ റോട്ടിൽ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, അതാ എൻ്റെ ക്വസ്റ്റ്യൻ, റോട്ടിൽ കണ്ടിട്ടുണ്ടോന്ന്. ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞ പോലെ ആ ലിസ്റ്റിലുള്ള കുറെ ഡോഗ്സ് ഇന്ത്യയിൽ ഇല്ല. ഒരുമാതിരിപ്പെട്ട ഡോഗ്സുകളൊന്നും ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 കൂടുതൽ കാണത്തില്ല. ഓക്കെ, ഈ ഡോഗ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്ന ഒരു ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോട്ട് വീലറാണ്. റോട്ട് വീലർ ബേസിക്കലി അതങ്ങനെ അറ്റാക്കിങ് ഒരു ഇതൊന്നും അല്ല, അത് ഗാർഡിയൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഡോഗാണ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ലാബർ ഡോഗാണ്. ലാബർ ഡോഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ജെന്റിൽ ഡോഗ് എന്നാണ് പറയുന്നത്. പക്ഷേ മാസ്റ്ററിന് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവൻ റിയാക്ട് ചെയ്യും. ചേട്ടാ, ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കുറെ ചൈൽഡ് കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ മോഷണം കേസസ് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ ഇൻട്രൂഡേഴ്സ് വരുന്നു, റോബേഴ്സ്, അങ്ങനെ. അപ്പോൾ ചേട്ടന് തോന്നുന്നുണ്ടോ ഈ കോമ്പൗണ്ടിലൊക്കെ ഇങ്ങനത്തെ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രൈം അറ്റംപ്റ്റ് ചെയ്യാൻ? ഹായ്, റിഗാർഡിംഗ് ദിസ് റിക്വസ്റ്റ് ടു ബാൻ എ certain kinds of breeds, what do you think about it? Is it something necessary? It's definitely not necessary. I think it's very harsh and a fast decision. Okay. It could be, I think everybody could reach a common ground where people can keep dogs regardless of the breed, because the biting, it can be done by any dog. It just depends on how they are. Okay. How they are treated and how they are trained. Do you think that the breeds mentioned, only those breeds can bite? No, not at all. Okay. No, that's not at all the reason. It's that's like, Labradors, which is not part of the ban. There's a lot of violent attacks by Labradors also, but when you look at the history of that particular dog, it's been abused. Okay. Very much, and they should, whenever a case like this happens, it's also necessary to look at the past and the history of the dog.
what has happened to it. Okay. So rather than just blaming it on a particular breed or a particular dog. Okay. Especially this breed, Bully, which is part of one of the 23 dogs which has been banned. It's actually called nanny dogs, which apparently it's one of the best dogs to look after kids. Pit bulls also part of that. And They're very protective of their. very, very protective. Okay. And it that just shows how much, you can just leave a child with a dog and they don't let anybody come near the child and Okay. unless it's somebody they know. Okay. Hi. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്രീഡ് ഏതാണെന്ന് പറയാമോ? പിറ്റ്ബുൾ ടെറിയർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബ്രീഡ് മാത്രം കടിക്കും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? പിറ്റ്ബുള്ള് ഞാൻ വളർത്തിയെടുത്തോളം ഭയങ്കര ഹ്യൂമൻ അഗ്രഷൻ ഇല്ലാത്തൊരു ബ്രീഡാണ്. അതായത് ഞാൻ ഒരുവിധം കുറേയൊക്കെ ബ്രീഡുകളെ വളർത്തിയിട്ടുണ്ട്. അതിൽ വളർത്തിയിട്ടുള്ളതിൽ വാച്ച് ഡോഗ് പർപ്പസിന് എഫക്റ്റീവ് ആയിട്ടുള്ളതല്ല. ആകെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ ഉള്ളൊരു ലുക്കിൻ്റെ അകത്ത് ആൾക്കാർ കുറച്ച് പേടിക്കുന്നല്ലാണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡാണ്. പോരാത്തതിന് കുട്ടികളുമായിട്ടും എല്ലാവരുമായിട്ടും അവർ അറിഞ്ഞ് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രീഡും കൂടിയാണ്. അറിഞ്ഞ് പെരുമാറി അവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്ത് ഭയങ്കര ഒരു ബോണ്ട് വരുന്നൊരു ബ്രീഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്രീഡുകളെ ബാൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു യൂസൊന്നും കാണുന്നില്ല. ഓക്കെ. നമ്മുടെ നാട്ടിൽ കുറേ കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ട്, പിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന കേസസ്, മോഷണം കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഗാർഡ് ഡോഗ് ആയിട്ട് ഉള്ള ബ്രീഡ്സിനെ ബാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റിലൊരു എക്സസ് ബേർഡൻ ആയിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവില്ലേ. കാരണം ഈ ഒരു ബ്രീഡിനെ ആക്ച്വലി വീട്ടിൽ ഒരു ഡോഗിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൈം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ പേടി വന്നൊരു ബ്രീഡാണ്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെ ഇരുന്നാൽ മതി വീട്ടിൻ്റെ മുമ്പിൽ, പിന്നെ ആൾക്കാരൊന്നും ചെയ്യൂല. അപ്പോൾ അങ്ങനെ ഒരു ഡോഗ് ഇല്ലാണ്ട് ഒരു ചെറിയ ഡാഷും അങ്ങനത്തെ ആവുമ്പം ആൾക്കാരുടെ കോൺഫിഡൻസ് കൂടുതലല്ലേ, ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുതലല്ലേ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ ഈ ഡോഗ് ഉണ്ടായ കാലം എപ്പോഴെങ്കിലും ഒരു ഇൻസിഡന്റ് ഓഫ് റോബറി, തെഫ്റ്റ് ഓർ ഇൻട്രൂഡർ ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആൾക്കാർ ബേസിക്കലി ഇതിനെ കാണുമ്പോൾ തന്നെ ഞാൻ വന്ന് പറയണം ഇതൊന്നും ചെയ്യൂല എന്നുള്ള കാര്യം ഞാൻ വന്ന് പറയാണ്ട് അവർക്ക് അപ്രോച്ച് ഈവൻ അറിയുന്ന ആൾക്കാർക്ക് അവർക്കും ഉള്ളിൽ കയറാൻ ഒരു മടിയാണ്. സോ അത് ഈ ഡോഗ് അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ്. അതെ, ഡ്യൂട്ടി ചെയ്യുന്നതല്ല. ബേസിക്കലി ഞാൻ എൻ്റെ ഇതെല്ലാം ഫസ്റ്റ് ടൈം അപ്രോച്ചിൽ നമുക്ക് കിട്ടുന്നൊരു നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ. ഇത് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വീടിനെ കാണുമ്പോൾ ഉള്ളതാണ്. പക്ഷേ ഇപ്പം ഇത്രയും ക്രൗഡുള്ള സ്ഥലത്ത് ഞാൻ ഓഫീസായിട്ട് നടക്കുന്നത്. ഇവിടെ കൂടെ നടക്കും, ഇവിടെ വിളിച്ചാൽ വരും, ഇവിടെ ഓഫീസായിട്ട് നടക്കും, ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പം ബാക്കിയുള്ളൊരു ഡോഗ്സ് നോർമൽ ആയിട്ടുള്ളതിനെക്കാട്ടും ചെറിയ ബ്രീഡ്സിനെക്കാട്ടും ഇവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അങ്ങനെയുള്ള ബ്രീഡ്സിനെയാണ് ഇപ്പം ബാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡോഗ് അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള ബ്രീഡ്സ് മാത്രം കടിക്കും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ അതിനോട് എന്താ പറയാനുള്ളത്? എല്ലാ ഡോഗും ഒരുവിധം നമ്മൾ വളർത്തുന്ന എങ്ങനെയായിരിക്കും, സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരു ഡോഗിനെ വളർത്തിയെടുക്കണേ. ടെമ്പർമെന്റ് ഉള്ള വീടാക്കി എടുത്താൽ അതിപ്പം ഒരു പോമറേൻ ആണെങ്കിൽ പോലും ടെമ്പർമെന്റ് ഉള്ള ഡോഗ്സ് ആയിട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആരെയും കടിക്കും. അതേസമയം അത് സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ അവർ ഭയങ്കര പറ്റിയതായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഈ ബ്രീഡിന് പകരം നിങ്ങളിപ്പോൾ ഗാർഡിങ് പർപ്പസിന് ഒരു പോമറേനിയൻ അല്ലെങ്കിൽ ഒരു ചിഹുവാവ അല്ലെങ്കിൽ ഒരു നാടൻ പട്ടീനെ വെക്കാമെന്ന് വിചാരിച്ചോ? Do you think it will have the same impact if on someone who is trying to attempt to rob or assault? ബേസിക്കലി ഗാർഡിങ് പർപ്പസ് എന്ന് പറയുമ്പോഴേ നമ്മളെ പർപ്പസ് ഗാർഡിങ് ആണെന്നുണ്ടെങ്കിലില്ലേ ഈവൻ അതിനനുസരിച്ചുള്ള ഡോഗാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഈവൻ പോമറേനിയൻ കുറച്ച് വാച്ച് ഡോഗായിട്ട് കാവലിന് നല്ലതായിരിക്കും. പക്ഷേ അവരെ കാണുന്ന ഒരാൾക്ക് പേടിയില്ല. അവർ കടിച്ചാലും എത്രത്തോളം ഒരു ഡാമേജ് വരും എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ബേസിക്കലി ഈ പിറ്റ്ബുൾ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്ന ഡോഗ്സിൽ പിറ്റ്ബുൾ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വാച്ച് ഡോഗ് ഇതില്ല. പക്ഷെ അവർ വെറും ലുക്സിലാണ് അവർ അവരുടെ ഗാർഡിങ് പർപ്പസ് നടക്കുന്നത്. ഒരു ഹിസ്റ്റീരിയയുടെ മേലിലാണ് ഇന്ന ഡോഗ്സ് അഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. ഡു യു തിങ്ക് ദാറ്റ് ദിസ് റിക്വസ്റ്റ് ഫോർ എ ബാൻ ഷുഡ് ബി റീകൺസിഡർഡ്? പിന്നെ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി റീകൺസിഡർഡ്. ഓരോ ബ്രീഡും, അതായത് ഇവർ
ഇവരുടെ പെർസ്പെക്റ്റീവ് ശരിയില്ലാത്തതുകൊണ്ടാണ്. അതായത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ഈ ഡോഗ്സ് അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും വളർത്തുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഒരു ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളതും, അതായത് നമുക്കൊരു ബോണ്ട് കിട്ടുന്ന, നമുക്കൊരു ഫ്രണ്ട്സുമായി തന്നെ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡോഗ്സ് പെറ്റ്സ് ഒക്കെ. അതിൽ എന്താ പറയുക, ഇങ്ങനത്തെ ബ്രീഡുകളുടെ വളർത്തുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം നമുക്ക് ചിലപ്പം വേറൊരു ബ്രീഡിലേക്ക് മാറുമ്പോൾ കിട്ടൂല. അതായത് ഓരോ ബ്രീഡിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്, യൂണിക്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബാൻ ചെയ്തിരിക്കുന്ന മിക്കതും ഒരു വർക്കിംഗ് ഡോഗ്സ് ആണ് കൂടുതലും. ഈ വർക്കിംഗ് ഡോഗ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ലെവൽ കൂടുതലായിരിക്കും. അതേപോലെ അത് വർക്ക് ചെയ്യാൻ നമ്മളോട് വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അത് നമ്മളോട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബോണ്ട് ഫോം ചെയ്യാൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ റെഡി ആയി വരുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമുള്ളൂ. അത് കോംപ്ലൈന്റിനെ കൊണ്ടോ ഡാഷൻറ്റിനെ കൊണ്ടോ പറ്റില്ല. സോ നിങ്ങൾ എപ്പോഴെങ്കിലും റോഡിൽ ഈ ബ്രീഡ്സ് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. Have you ever seen a canic also on the road? No. Okay. Actually, ബാങ്കിൽ 23 ബ്രീഡ്സും ഇങ്ങനത്തെ ഒരു ഡോഗ് കണ്ടിട്ടുണ്ടാവാൻ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇറ്റ്സ് വെരി റെയർ കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം ആ ലിസ്റ്റിലുള്ള കുറെ ഡോഗ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേ ഇല്ല അല്ലേ? പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ സാധനങ്ങൾ, കേരളത്തിലല്ല ഇന്ത്യയിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അബാൻഡൻ ചെയ്യുന്ന ഒരു കേസ് വരില്ല. ഓക്കെ ഓക്കെ. സർ എപ്പോഴെങ്കിലും ഒരു ഫില ബ്രസീലിയോനെ റോഡിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. സർ എപ്പോഴെങ്കിലും ഒരു അമേരിക്കൻ സ്റ്റാഫോർഡ്ഷയർ ടെറിയറിനെ റോഡിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ. സർ എപ്പോഴെങ്കിലും ഒരു ഡോഗോ അർജന്റീനോനെ റോഡിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലാവണമെന്നില്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ അഗ്രസീവ് ആണെന്ന് പറയുമ്പോൾ these dogs would have probably been aggressive within their premises അല്ലേ? ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓണറിൻ്റെ ഹോമിലോ അവരുടെ പ്രോപ്പർട്ടിയിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഡോഗ് അഗ്രസീവ് ആവാന്ന് വെച്ചാൽ അത് അവരുടെ ഡ്യൂട്ടി ചെയ്യണതല്ലേ, അതവരുടെ. അപ്പോൾ അങ്ങനെ ഒരു ഡോഗിനെ ലേബിൾ ചെയ്തിട്ട് ഇനി വേണ്ട, ഇല്ലാതാക്കാന്ന് വെച്ചാൽ what do you have to say for that? Is it necessary? ഓക്കെ, ശരി, താങ്ക്സ്. ഹായ്. ഈ അടുത്ത് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു ആസ്കിങ് ദാറ്റ് certain breeds of dogs should be banned. അപ്പോൾ അതിനോട് what do you have to say? There is no point in banning just certain breed of dogs, because each person, like each dog parent is responsible for their own dog. Let it be any breed, whether Rottweiler ayalum, Golden Retriever ayalum, Lab ayalum, whichever breed it is, we are responsible for our own dogs. Appo oru certain breeds ne matram ban cheyidonde there is not going to be any change, or you're not going to improve anything because of it. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കുറേ കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ റോബറി കേസസ് ഉണ്ട്, പിന്നെ സെക്ഷൽ അസോൾട്ട് കേസസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇപ്പോൾ ആ കോമ്പൗണ്ട്സിൽ ഒരു ഗാർഡ് ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ, എസ്പെഷ്യലി the dogs which are mentioned in that list, do you think it would make a difference? See, so more than whatever എന്താ പറയാ, being a guard dog or not, it's all about how you train the dog. ഈ അടുത്ത് കുറേ ഇൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ചൈൽഡ് കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ റോബറി തെഫ്റ്റ് കേസസ് ഉണ്ട്. ആൻഡ് ഓൾറെഡി ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ കോർട്ട്സ് ആർ ബേർഡൻഡ് വിത്ത് കേസസ്. അപ്പോൾ ഇങ്ങനെ ഈ ബാൻ വേണം എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് നീഡ് ഓഫ് ദ അവർ ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡു യു തിങ്ക് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബർഡൻ ഓൺ അവർ departments, law departments? So basically about dog training, that's the most important part. നമ്മൾ ഇവരെ ഗാർഡ് ഡോഗ് ആയിട്ടാണോ ഗൈഡ് ഡോഗ് ആയിട്ടാണോ ട്രെയിൻ ചെയ്യാൻ പോണേന്നുള്ളത്. സോ 100% ഇപ്പോൾ ഓൾഡ് കപ്പിൾസ് ഉള്ള വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ചില ഏരിയാസിൽ ഇറ്റ് ഇസ് ഗുഡ് ടു ഹാവ് എ ഗാർഡ് ഡോഗ്, ബിക്കോസ് ഗാർഡ് ഡോഗ് ദേ ആർ ട്രെയിൻഡ് ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ ഇൻ ദ ഹൗസ്, വിച്ച് മീൻസ് എനി ഇൻട്രൂഡർ is attacked against എന്നുള്ളത്. പിന്നെ there are guide dogs also. ഗൈഡ് ഡോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ
ഗൈഡ് ചെയ്ത് നടത്താനായിട്ട്, അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ അതുപോലെ സീഷർ ഡിസോർഡർ ഒക്കെയുള്ള ആൾക്കാർക്ക് ആ സീഷർ ട്രിഗർ ആവുന്നത് ഡോഗിനെ സെൻസ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് ദാറ്റ് ബ്രില്യൻസ്. അപ്പോൾ ദെൻ ദേ പ്രൊട്ടക്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യം, ഈവൻ കാമിങ് ഓൾസോ, ഡോഗ്സ് ഹെൽപ്പ് ഇൻ ഓൾ ദാറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ വിച്ച് ബ്രീഡ് is going to do it. All dogs have that same sense of understanding and same empathy. It's about how you train that particular dog, irrespective of whatever breed it is. Even porthanengilum rots polum, it's not that they are aggressive, it's about how you treat them. Nammal avare treat cheyna pole aayirikkum avaru nammale treat cheya. That's the basic thing. What do you think can be better done regarding the circular instead of implementing it or making it a law? What better solutions can the government come up with? I think what one should take care of is breeding. Adayathu there are a lot of situations where ഭയങ്കര ഫാൻസി ഡോഗ്സ് ആർ ബ്രീഡഡ് അൺനെസസറി. അപ്പോൾ ബ്രീഡിംഗ് ആണ് അവിടെ അവർ ടേക്ക് കെയർ ചെയ്യേണ്ടത്. റാദർ വി ഫോക്കസ് മോർ ഓൺ അഡോപ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ബ്രീഡ് ഇറ്റ് ഇസ്. അതായത് നാടനാണെങ്കിലും ഗോൾഡൻ ആണെങ്കിലും റോട്ട് ആണെങ്കിലും അവോയ്ഡ് ബ്രീഡിംഗ് ഓഫ് ദോസ് ബ്രീഡ്സ്. അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ബിക്കോസ് ഈ ബ്രീഡിങ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അവർ ഇൻസെസ്റ്റ് ചെയ്യും. ഇൻസെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫാമിലി ലൈനിലുള്ള ഡോഗ്സിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ. അങ്ങനെ വരുന്ന ഡോഗ്സിനാണ് ബിഹേവിയറൽ ഇഷ്യൂസും അഗ്രസീവ് ഇഷ്യൂസും ഒക്കെ കാണുന്നത്. Okay. That is why breeding should be avoided. Okay. Do you think it would be a better option if the government focused on sterilization of stray dogs now than giving importance for these kind of frivolous petitions? Yes, 100%. Sterilization of stray dogs is something that would help more. Okay. Because ഈ ഡോഗ് അറ്റാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതെല്ലാം സ്ട്രീറ്റ് ഡോഗ്സിലാണ് നമ്മളത് കാണുന്നത്. സോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യായിരിക്കും much more better than banning a certain set of dogs or certain breeds of dogs. Okay. Have you ever seen a Dogo Argentino on the streets? No. Have you ever seen a Cane Corso on the streets? No. Anywhere. It need not be only in Kerala. Have you seen a Cane Corso anywhere on the streets? No. Anywhere in India? No. Okay. So that is why എന്താണ് banning of these breeds എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മനസ്സിലാവില്ല. Okay. It is a completely unnecessary thing for now. All right. Hi. സർ, ഈ അടുത്ത് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ന ബ്രീഡ്സിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് സാറുടെ അഭിപ്രായം എന്താണ്? ഈ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ കൺസെപ്റ്റാണ്. പക്ഷേ ഹൗ വി ആർ ബിഹേവിങ് അതനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ഇത് ഇങ്ങനെ പല ഇൻസിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ഓർഡർ കൊണ്ടുവരുന്നത്, ഐ മീൻ സർക്കുലർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്ന് ഈ സംഭവം ഈ സർക്കുലർ ഒന്നും കൂടി റീകൺസിഡർ ചെയ്തിട്ട് ഒന്നും കൂടി ഒരു പുതിയ ഫ്രഷ് സർക്കുലർ റിലീസ് ചെയ്യണം. ദെൻ അപ്പോൾ സീരീസ് ഓഫ് ഒപ്പീനിയൻസ് വരും. ആ ഒപ്പീനിയൻ നിന്ന് എല്ലാ ഒരു കറക്റ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഡിസൈഡ് ചെയ്താൽ മതി എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഇപ്പോൾ സാർ, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഇൻസിഡൻസസ്, പിന്നെ മോഷണം, അതല്ലാതെ സീരീസ് ഓഫ് അസോൾട്ട്, ഇപ്പോൾ ഇൻട്രൂഡേഴ്സ് വീട്ടിൽ കയറി പ്രായമായ ആൾക്കാർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ലേഡീസ് ആണെങ്കിലും പ്രായ ആൾക്കാരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനത്തെ ഗാർഡ് ഡോഗ്സിനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇനി മുതൽ വേണ്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ won't it be a burden for the law department? ഇത് ബർഡൻ ഉണ്ടാവും. എനിവേ ഇറ്റ് ഈസ് എ ബർഡൻ. അതായത് ചില എസ്പെഷ്യലി നോർത്തേൺ സെക്ടറിൽ കേരളത്തിൽ അവിടെ ഒരു പട്ടിയെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു വർഷത്തിന് മുമ്പായിരുന്നു സംഭവം. പട്ടി ശരിക്ക് ഇവർ നോക്കുന്നില്ല സത്യം പറഞ്ഞാൽ. പെട്ടെന്ന് ഒരാളെ കടിച്ചു എന്താ പറയുക, ഒരുപാട് ഇഞ്ചുറി ഉണ്ടായി, ആൾ മരിച്ചു. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ തന്നെയാണത് മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഡിസിഷൻ വേണം, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സർ, ഇപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു 23 ബ്രീഡ് ഓഫ് ഡോഗ്സ്.
ഈ ഡോഗ്സ് മാത്രം കടിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അതെങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് അതനുസരിച്ചാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്തൊരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസിഡൻറ്റിൻ്റെ കൃത്യം ഒരാഴ്ച മുമ്പ് വേറൊരു അമ്മ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഇതേ ആൾക്കാരോ വേറെ ആരോ ഇങ്ങനെ അവരുടെ കൊച്ചിനെ വന്ന് കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ബ്രീഡ് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡു യു തിങ്ക് ആ ഒരു ക്രൈമിനുള്ള ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടാവില്ല. ഞാനൊരു കാര്യം പറയാം. അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു അമ്മ ഒരു പട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു കള്ളൻ കയറി പട്ടിയെ തിരിച്ചു ഓടിപ്പോയി. അപ്പൊ പട്ടി തിരിച്ചു ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? അത് ശരിക്കും നോക്കാത്തത് കൊണ്ടാണ്. അത് വെൽ ട്രെയിൻഡ് ആണെങ്കിൽ ഈ കള്ളന്മാരെ പിടിക്കും. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ എല്ലാ ഡോഗിന്റെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. മോൾഡ് ചെയ്യണമെങ്കിൽ അത് അവരുടെ പേരന്റാണ്. ഈ കൊച്ചിനെ നോക്കുന്നതിനനുസരിച്ചാണ് കൊച്ച് തിരിച്ച് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെയാണ് മൃഗങ്ങൾ. ഓക്കെ. ഹായ് സർ. സർ, ഈ അടുത്തൊരു സർക്കുലർ ഉണ്ടായിരുന്നു ഓർഡർ പോലെ ഒരു 23 ബ്രീഡ്സ് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അത് ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ സർ, ഇപ്പോൾ ഇവർ പറയണത് ഈ ബ്രീഡ്സ്, ഈ മെൻഷൻ ചെയ്ത ബ്രീഡ്സ് ഡേഞ്ചറസ് ആണ് എന്ന് വെച്ചാൽ ഈ ബ്രീഡ്സ് മാത്രം കടിക്കും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടൻ പട്ടികളും വളർത്തുന്ന പട്ടികളും അല്ലാത്ത പട്ടികളും ഓടിച്ചിട്ട് കടിക്കും. അതെ. അപ്പൊ അത് അത്രയും കൂടെ നമ്മൾ വളർത്തുന്ന പട്ടി കാണിക്കില്ല. അതേപോലെ പിന്നെ ഡിപ്പെൻഡ് ഓൺ നമ്മൾ വളർത്തുന്ന രീതി, അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. അതെ. ഓക്കെ. അപ്പോൾ സർ, ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ പേര് റിട്ടയർഡായ അച്ഛനമ്മമാരുണ്ട്. പിന്നെ എന്താ പറയുക, ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലേഡീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആണുങ്ങളും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ കോമ്പൗണ്ടിൽ ഈ ലിസ്റ്റിലുള്ള ഒരു ഗാർഡ് ഡോഗ് ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു മോഷണോ അല്ലെങ്കിൽ ഒരു കിഡ്നാപ്പിങ്ങോ ഒരു വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊരു ഉറപ്പുണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്കൊരു സെക്യൂരിറ്റി തന്നെ ഉണ്ടാവും. അതെ. പിന്നെ സർ, ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കിഡ്നാപ്പിംഗ് കേസസ് ഉണ്ടായിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നു, പിന്നെ മോഷണം കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഡോഗ് ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അത്രയും ക്രൈം പ്രിവെന്റബിൾ ആവുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അത്രയും ക്രൈം ഒരിക്കലും വരില്ല. ആ ക്രൈം ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ. സാറുടെ കയ്യിൽ ഏത് ബ്രീഡാ ഉള്ളത് ഇപ്പോൾ? എൻ്റെ കയ്യിൽ റോട്ട് വീലർ. 28 ദിവസമുള്ളപ്പോൾ കൊണ്ടുവന്നു. ഓക്കെ. ഇപ്പോൾ സാറുടെ കയ്യിൽ റോട്ട് വീലർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറിന് പറയാൻ പറ്റുമോ അത് ബാക്കി എല്ലാവരും റോട്ട് വീലർ തന്നെ വെക്കണം എന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തരുടെ ചോയ്സാണ്, ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആൾക്കാർ വാങ്ങിക്കും. ഹൈ. ഈ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചില ഡോഗ് ബ്രീഡ്സിനെ ബാൻ ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതൊരു ആവശ്യമുള്ള കാര്യമാണോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള വീടുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ. മോസ്റ്റ്ലി മിക്കവർക്കും ഇങ്ങനത്തെ ബ്രീഡുകൾ ആവശ്യമുള്ളതല്ലേ, വീട്ടിൽ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അത്ര നെസസിറ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ. ചേട്ടനൊരു ബിസിനസ് മാൻ ആണ്. ഇവിടെ നാട്ടിലും ബിസിനസ് ഉണ്ട്. ട്രാവൽ ചെയ്യുന്നതാണ്. യു ട്രാവൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകാറുണ്ട്, ഇന്റർനാഷണൽ ട്രാവലും ചെയ്യാറുണ്ട് വർക്കിന്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ മോളും അമ്മയും സീനിയർ സിറ്റിസനായ അമ്മയും മോനാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ എന്ത് ധൈര്യത്തിലാണ് ചേട്ടന് ഇവരെ വിട്ടിട്ട് ട്രാവൽ ചെയ്യണം? ഞാൻ പല വട്ടവും പുറത്ത് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ മമ്മി, അതായത് എൻ്റെ അമ്മയും മോള് മോൻ, ഇവർ 3 പേരാണ് ഇവിടെ ഉള്ളത്. വേറെ മെൻസ് ആണുങ്ങളാരുമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോൺ എൻ്റെ ഡോഗ്സാണ്. അപ്പോൾ അവരിവിടെ ഉണ്ടെങ്കിൽ ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറില്ല. അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരു 4 വർഷമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് കൺഫേം ആണ് ഇവർ ഉള്ളിടത്തോളം കാലം ഐ എം ടോട്ടലി നമുക്ക് ധൈര്യമുണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ സേഫാണ്. ദേ ആർ ദ സേഫസ്റ്റ്. ഒരു എന്താ പറയുക, ഒരു പിച്ചക്കാരൻ പോലും വീടിൻ്റെ അകത്തേക്ക് വരത്തില്ല. അത്രയും സേഫാണ്. ഈ റൂളിനെ പറ്റി അഭിപ്രായം പറഞ്ഞ ഒരു പൊട്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര നല്ല ബ്രീഡിനൊക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡ് ഡോഗ്സ് ഒക്കെ കുറയും.
പിന്നെ അതുമാതിരി ഇപ്പൊ ഇവര് ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിനെ പുറത്തു കൊണ്ട് കളയണത്. ഇപ്പൊ ഡോഗിനെ പുറത്തുകൊണ്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പുറത്തുകൊണ്ട് കളയുന്നവര് ഏത് ഡോഗായാലും പുറത്തുകൊണ്ട് കളയവര്. ഇപ്പൊ അതിപ്പോ റോട്ടായാലും ലാബായാലും ലാബൊക്കെ എന്ത് അക്രമകാരിയായിട്ടാണ് ഇവര് പുറത്തുകൊണ്ട് കളയുന്നത്. അപ്പൊ അതില് കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ളതില് ബാൻ ചെയ്യാന്നാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നവര് കളയുന്നവരെ ബാൻ ചെയ്യണം നമ്മള്. അല്ലാതെ ഡോഗ് ബ്രീഡിനെ ബാൻ ചെയ്തിട്ട് എന്താ കാര്യം? ഹായ്. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഓർഡർ പോലെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് സർട്ടൻ ബ്രീഡ് ഓഫ് ഡോഗ്സിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല റൂൾ എനിക്ക് തോന്നുന്നില്ല. അത് ചില ബ്രീഡിനെ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന റൂളാണ്. ബേസിക്കലി ഓൾ ഡിപ്പെൻസ് ഓൺ ദ ട്രെയിനർ. നമ്മൾ എങ്ങനെ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കണോ അത് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ തിരിച്ച് കടിക്കും. അത് അങ്ങനെയാണ്. Do you think that only those dogs in that list, only those dogs will bite or attack? No. Even stray dogs are കടിക്കും. എല്ലാ വീട്ടിലും വളർത്തുന്ന ഡോഗ്സ് ആണ്. എന്തുകൊണ്ടാണ് സ്റ്റേ ഡോഗ്സും ബ്രോഡ് വീലേഴ്സും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഏത് ഡോഗിന്റെ നേച്ചറിലുണ്ട് ഒരു ആങ്കർ ഇഷ്യൂ എല്ലാം. അത് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യും. അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഈ ഡോഗ്സിന് മാത്രം ചെയ്യണമെന്നില്ല. അതായത് പട്ടിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയാൽ തിരിച്ച് കടിക്കും. അത് അത്രേ ഉള്ളൂ. അത് ആൾക്കാരുടെ ഒരു ഫുൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക്. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇത് ചിഹുവാവയാണോ? ചിഹുവാവ. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചിഹുവാവ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് ഇതാണ് ബെസ്റ്റ് ഡോഗ്, ഇത് മതി, എല്ലാവരും ഈ ഡോഗ് തന്നെ വെച്ചാൽ മതി എന്ന്? ഇതിന് മുന്നേ റോട്ട് വീലർ ആയിരുന്നു. ഓക്കെ. എനിക്ക് 2 റോട്ട് വീലർ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അതിനില്ലാത്ത ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് ഇതിനുള്ളത്. ഇതിനും അഗ്രഷൻ ഉള്ള പട്ടിയാണ്. ചെറുതാണെങ്കിലും അത് ഒരിക്കലും ഇതുപോലത്തെ സ്ഥലത്ത് കടിക്കാൻ പോവില്ല. ഇവനാണെങ്കിൽ കടിക്കാൻ പോകും. ഇവന് നല്ല അഗ്രഷൻ ഉള്ള ചെറുതാണെങ്കിലും. ലുക്കിലല്ല കാര്യം. ഇവൻ നല്ല അഗ്രഷൻ ഉള്ള ടൈപ്പാ. പക്ഷെ മറ്റവര് ഭയങ്കര പാവമായിരുന്നു. പറയാൻ പറ്റില്ല, ഓരോ ഡോഗ് പോലെ ഇരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ഇൻസിഡൻസസ് ഉണ്ട്. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യണ ഇൻസിഡൻസസ് ഓൺഗോയിങ് ആണ്. ഇപ്പോൾ മോഷണം കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ ഒക്കെ അവർ ഓൾറെഡി ബേർഡൻഡ് ആണ് ഇത്രയും കേസസ്. അവർക്ക് എല്ലാവരുടെ കാര്യത്തിൽ പേഴ്സണലി നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഡോഗ്സിനെ ഇന്ന ഡോഗ്സിനെ എസ്പെഷ്യലി ഗാർഡ് ഡോഗ് കാറ്റഗറിയിൽ വരുന്ന ഡോഗ്സിനെ ബാൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ക്രൈം റേറ്റിനെ ഇൻക്രീസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതാണ് ഇപ്പൊ ഒരു കൂടെ ഒരു റോട്ട് വീലർ ജർമ്മൻ ഷെപ്പർഡ് അങ്ങനെ ഒരു ഡോഗ് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കില്ല. അത് ഒന്ന് പേടിക്കും. അതിങ്ങനെ കടിക്കുന്ന രാത്രി വീട്ടിൽ കയറിയപ്പോൾ പട്ടി ഉണ്ടെങ്കിൽ അവരൊരു പേടി എന്തായാലും കേറില്ല. അത് പട്ടിയെ കാണുമ്പോൾ തന്നെ അത് പേടിച്ചങ്ങ് പോകും. അവരെ കേറില്ല. ഓക്കെ. അതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിറ്ററൻസ് ആയിട്ട് സെർവ് ചെയ്യും. ഓക്കെ. വാട്ട് ബെറ്റർ സ്റ്റെപ്സ് ദ ഗവൺമെന്റ് ക്യാൻ ടേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ്? ഡു യു തിങ്ക് ദേ ഷുഡ് റീകൺസിഡർ ദിസ്? ഇങ്ങനെ ബാൻ ചെയ്ത് അവിടെ ഈ പട്ടികളൊക്കെ ബാൻ ചെയ്യുന്ന നേരം കൊണ്ട് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ നടക്കണേ. അപ്പൊ അതിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അല്ലാണ്ട് ഈ പട്ടിയെ ബാൻ ചെയ്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബ്രീഡ്സിനെ റോട്ടിൽ കണ്ടോ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹാവ് യു എവർ സീൻ എ ഡോഗോ അർജന്റീനോ ഓൺ ദ റോഡ്? ഇറ്റ് നീഡ് നോട്ട് ബി ഇൻ കേരള. പുറത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റോഡിൽ? ഓക്കെ. ഹാവ് യു എവർ സീൻ നിയോപോളിറ്റൻ മാസ്റ്റിഫ് ഓൺ ദ റോഡ്സ്? ഇല്ല. അതും ഇതുപോലെ കേരളത്തിലാവണമെന്നില്ല. എനിവേർ ഇൻ ഇന്ത്യ ഹാവ് യു സീൻ നിയോപോളിറ്റൻ മാസ്റ്റിഫ് ഓൺ ദ റോഡ്? നോ. Sir, how about Canis Corso? Have you ever seen a Canis Corso on the road? No, never seen a Canis Corso on the road. Okay. So, in that case, if these dogs have not been seen on the road, whoever has seen it within the premises of someone. Yeah, actually. Or within hold of someone. Yeah. So, in that case, when a dog is reacting, can it be called as aggression? No. Never. It's doing its duty. That's what a dog is made for. Okay. Basically protecting owners. Okay. Do you have anything else you would like to share about this matter? ബേസിക്കലി ഇത്രയും പറയാനുള്ളൂ. ഈ പട്ടികളൊക്കെ ബാൻ ചെയ്യുന്ന നേരം കൊണ്ട് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് നാട്ടില്. അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ. താങ്ക് യു.